ഡോക്ടർ ജയരാജ്, സത്യസരണിയെക്കുറിച്ച് താങ്കൾക്ക് അറിയാമല്ലോ. സത്യസരണിയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയതാണ്, സ്ഥാപനം അടച്ചുപൂട്ടിയതാണ്, അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ചില തെളിവുകളാണ് ഞങ്ങൾ പുറത്തു വിട്ടിരിക്കുന്നത്. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതാണ്. പക്ഷേ യൂണിറ്റി ഹൗസ് എന്ന പേരിൽ അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, അതിൻ്റെ ബോർഡും മറ്റെല്ലാം ഇപ്പോഴും അവിടെയുണ്ട്. കേരള പോലീസ് ഇതൊന്നും കണ്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു വർഗീയ സംഘടന നിരോധിച്ചു കഴിഞ്ഞാൽ ഇവർ പല രീതിയിൽ ഇതിൻ്റെ ഫണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും പല പുതിയ പേരുകളിൽ ഇത് അവതരിക്കുകയും ചെയ്യും. ഇത് കൂണ് പോലെ പല സാധനങ്ങളും മുളച്ചു വന്നും ഇതിനെയെല്ലാം നമ്മൾ തോണ്ടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ കാര്യമൊന്നുമല്ല. ഇപ്പോൾ NIA വന്ന് നിരോധനം ഏർപ്പെടുത്തിയപ്പോഴത്തേക്ക് പുതിയൊരു പേരിൽ അത് അറിയപ്പെടുന്നു. ഉണ്ട്, തീർച്ചയായിട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് വന്നു, ഇൻ്റലിജൻസ് പറഞ്ഞു. പക്ഷേ അതിനോടൊപ്പം തന്നെ NIAക്ക് ഇവർ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകി. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഓഫീസുകളിലൊക്കെ റെയ്ഡ് നടത്തുന്നതും ഇതിനെ കണ്ടുകെട്ടുകയൊക്കെ ചെയ്യുന്നതും. അതിനുശേഷം പിന്നീട് എന്താ നമ്മൾ കണ്ടത്, SDPI എന്നുള്ള പേരിൽ ഇവർ ആ ഫണ്ടുകൾ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുകയും അതിലൂടെ ചേർന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല സംഘടനകളുമായി ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കുകയും അതുമായിട്ട് ഇലക്ഷനെ നേരിടുകയൊക്കെ ചെയ്ത ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പം ഈ ഫണ്ട് ഇൻഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പം അതിന് തന്നെ നിരോധനം വന്നാൽ വേറെ ഒരു പുതിയ പേരിൽ ഇപ്പോൾ സിമി എങ്ങനെയാണ് PFI ആയത് എന്നതുപോലെ PFI എങ്ങനെയാണ് SDPI ആയത് എന്നൊക്കെ ഇതിനകത്തുള്ള സ്പ്ലിൻഡർ ഗ്രൂപ്പ് അനസ്യൂതം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിന് പൂർണ്ണമായിട്ടൊരു വിരാമം ഇടുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജികളെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ വസ്തുതയാണ്. അതിനകത്ത് പ്രധാനമായിട്ടും ആളുകൾ ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാരും ഇവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത്. പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന കാഴ്ചപ്പാടുള്ള ഒരു ഭാരതത്തിൻ്റെ പൗരൻ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് സ്പ്ലിൻഡർ ഗ്രൂപ്പുകളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ആളായിട്ടോ അർത്ഥമായിട്ടോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇവരെ സമൂഹത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻഡിവിജ്വൽസ് ആയില്ല, എനിക്കോ താങ്കൾക്കോ ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും സ്റ്റേറ്റിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് അവർ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും സ്റ്റേറ്റ് അതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന വിവരങ്ങൾ, ആവശ്യപ്പെടുന്ന വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകുന്നുണ്ട്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചും സ്റ്റേറ്റ് പോലീസും ഇൻ്റലിജൻസും ഒക്കെ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ കൂടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA ഇവിടെ റെയ്ഡ് നടത്തുകയും ആ റെയ്ഡ് സ്റ്റേറ്റ് പോലീസിനെ പോലും അറിയിക്കാതെ ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് പോലീസിനകത്ത് ഇനി ഇതേണക്കോലെ ഏതെങ്കിലും ഇൻഫിൽട്രേറ്റേഴ്സ് ഉണ്ടാവുമെന്ന് കരുതിയിട്ടൊക്കെയാണ്. അത് ഇല്ലയെന്നൊന്നും പറയത്തില്ല. ഇവിടുത്തെ ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സംവിധാനമൊന്നും സർക്കാർ സംവിധാനം ഇല്ല. പല സ്ഥലത്തും ഇത്തരം സാധനങ്ങളുണ്ട്. ഇപ്പോൾ സർക്കാർ ഓഫീസുകളിൽ ഈ ഇത്തരത്തിലുള്ള ആളുകൾ നുഴഞ്ഞു കയറും. അവർക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ടാവും. ആ സ്ഥാപിത താല്പര്യങ്ങളിലൂടെ ആ വിവരം വിട്ടുപോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസിന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. ഇപ്പം നമുക്ക് ഒരു സംവിധാനം, സർക്കാർ സംവിധാനം എന്ന് പറയുമ്പോൾ പലവിധപ്പെട്ട ആളുകൾ ഉൾപ്പെടുന്നതാണ്. അതിനകത്ത് ഇത്തരത്തിലുള്ള ആളുകൾ ലിവർ ചെയ്യാൻ പറ്റുന്ന പല ആളുകളുമുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾ മുതൽ ഏറ്റവും മേളിൽ നിൽക്കുന്ന ആളുകൾ വരെ ലിവർ ചെയ്യാനായിട്ട് പറ്റും. ചില ആളുകളെ മതത്തിൻ്റെ പേരിൽ ലിവർ ചെയ്യും, ചിലരെ സാമ്പത്തികമായി ലിവർ ചെയ്യും. അവർക്കറിയാം അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന്, എങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്യണമെന്നും. അങ്ങനെ രാഷ്ട്രീയ സംഘടനകളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഭൂരിപക്ഷ വർഗീയ പാർട്ടികളിൽ വരെ നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ അവർക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടുന്നുമുണ്ട്. അതിപ്പം ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും മാത്രമല്ല, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മെക്കാനിസം അങ്ങനെയാണ്. നമ്മൾ അത്തരം രാജ്യങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതൊരു ഓപ്പറേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നമുക്കിതിനെ എത്നിക് ക്ലെൻസിങ് എന്നൊക്കെ പറയുന്നതൊക്കെ തുടച്ചു നീക്കാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പറ്റും. നമ്മൾക്ക് അതിനെക്കുറിച്ച് ജാഗരൂകരായിട്ടിരിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള മോണിറ്റർ ചെയ്യാൻ പറ്റും. നേരത്തെ താങ്കൾ പറഞ്ഞു സംസ്ഥാനം കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA മീഡിയയൊക്കെ വന്നത്. അതിനെ തുടർന്നാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം, അതുപോലെ സത്യസരണി പൂട്ടിച്ചതെന്നൊക്കെ പറയുന്നു. എത്രയോ വർഷങ്ങളായിട്ട് സാർ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സത്യസരണിക്കെതിരെ നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്നു. കേരള പോലീസ് ആ ഏരിയയിലേക്ക് ഇതുവരെ പോയിരുന്നില്ല. ആ പോവാത്ത ഏരിയയിലേക്കാണ് NIA പോയത്.
അപ്പോൾ കേരള പോലീസിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ആരൊക്കെയോ പിന്തിരിപ്പിച്ചു, അങ്ങോട്ട് പോകരുത്, പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള ഈ പ്രീണനം തന്നെയല്ലേ സാർ? അതല്ലേ ഏറ്റവും വലിയ വിഷയം. അത് അവസാനിപ്പിക്കണ്ടേ? ആ പ്രീണനം അവസാനിപ്പിച്ചാൽ താങ്കൾ നേരത്തെ പറഞ്ഞു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, അത് അവസാനിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അല്ല, ഇതിനകത്ത് ഇതിൻ്റെ ഒരു മറുവശം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ സായിബാബയുടെ പ്രവർത്തനങ്ങൾ, സായിബാബ സെൻറ്റേഴ്സിൻ്റെ സായി സെൻറ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാമല്ലോ. ആ പ്രവർത്തനങ്ങൾ ഇതുവരെ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നതാണ്. ഒരു സുപ്രഭാതത്തിലാണ് ആനന്ദ് കുമാർ എന്ന് പറഞ്ഞ ആള്, അതിൻ്റെ ഹെഡായിട്ടുള്ള ആള്, വളരെ ഫിലോന്ത്രാപ്പിസ്റ്റ് ആയിട്ടുള്ള വളരെ നല്ല ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും എതിരെ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇത് കൊടുത്ത് പകുതി വില തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പിടിച്ചു. അതുവരെ നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളുടെ 2004 21 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു റിപ്പോർട്ട് കൊടുത്തതാണ്. അദ്ദേഹത്തിനെതിരെ അന്ന് പലരും പറഞ്ഞിരുന്നു അത് ശരിയല്ല എന്നൊക്കെ. 2004 ഞാൻ വേണമെങ്കിൽ ആ റിപ്പോർട്ട് താങ്കൾക്ക് അയച്ചു തരാം. അന്ന് ആരും ചെയ്തില്ല. പക്ഷേ ഞാനത് ഇറങ്ങി തിരിച്ചു. കാരണം കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് നൽകിയത്. അന്നേ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടക്കുന്നത്. പിന്നെ വേറൊരു ലെവലിലായപ്പോൾ പലരും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നു. അദ്ദേഹം ഇപ്പോൾ അബദ്ധത്തിൽ ചെന്ന് ചാടുകയും ചെയ്തു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ത്വര അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, 21 വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്തത് ഇന്നിപ്പോൾ സത്യമായിട്ട് ഭവിച്ചു. തീർച്ചയായിട്ടും അത് ശ്ലാഘനീയമായൊരു കാര്യം തന്നെയാണ് അനിലേട്ടാ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കപടമുഖമുള്ള അല്ലെങ്കിൽ ഇരട്ടമുഖമുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരെയെല്ലാം അവരെ അൺമാസ്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ കർത്തവ്യം. 2004 അത്ര റിപ്പോർട്ട് കൊടുത്തെങ്കിൽ അത് അഭിനന്ദനാർഹം തന്നെയാണ്. കാര്യം നേരത്തെ നമ്മൾ തിരിച്ചറിയുക, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രെഡിക്റ്റിംഗ് ഹ്യൂമൻ ബിഹേവിയർ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ആയി തീരുമെന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് മീഡിയ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇപ്പം നോക്കൂ, ഈ സത്യസരണി ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഏത് മാധ്യമത്തിൽ താങ്കൾക്ക് ഇത് കാണാൻ പറ്റും? ആര് റിപ്പോർട്ട് ചെയ്യും? മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് കൊട്ടിഘോഷിക്കുന്ന ആരെങ്കിലും ഈ വഴിക്ക് വരുമോ? അല്ല, തീർച്ചയായിട്ടും വരില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വരില്ല. കാര്യം അവർക്കെല്ലാം കിട്ടേണ്ടുന്ന സ്ഥലങ്ങൾ, കിട്ടേണ്ടുന്ന രീതികളിൽ, കിട്ടേണ്ടുന്ന ഫണ്ടുകൾ, കിട്ടേണ്ടുന്ന സഹായങ്ങൾ എല്ലാം ഒരു കൊടുക്കൽ വാങ്ങലാണല്ലോ ഇത് മൊത്തം. അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് അവരുടെ വായടപ്പിക്കാൻ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് മെയിൻ സ്ട്രീം മീഡിയയിൽ ഇത് വാർത്ത പോലും ആവാത്തത്. അത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അവൾ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഇത്രയും മൂർത്തമായൊരു സാഹചര്യത്തിലാണ് ഇതെല്ലാം വെളിയിൽ വരുന്നത്. ഇതിനു മുമ്പ് ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് വർക്ക് മാത്രമായിട്ട് ആരുടെയും കണ്ണിൽപ്പെടുന്നുണ്ടായിരുന്നു. സാധാരണ ജനങ്ങളുടെ ഇടയിൽ കണ്ണിൽപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും പൊതുമധ്യത്തിൽ ഇത് ചർച്ചയായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് അതൊരു ചർച്ചയാവുകയും ഇത്തരത്തിലുള്ള സാധനങ്ങളെ പൂർണ്ണമായിട്ട് നമ്മളുടെ സമൂഹത്തിൽ, കേരളം പോലെ ഒരു സമൂഹത്തിൽ നിന്ന് പിഴുതെറിയേണ്ടുന്ന ഒരു ആവശ്യകതയെക്കുറിച്ച് ആളുകൾ കൂടുതൽ ബോധ്യവാന്മാരാകുന്നത്. ഓക്കെ, ഈ ചർച്ചയുടെ ഉള്ളടക്കം ഉത്തരവാദപ്പെട്ടവർ അത് കണ്ടാൽ മതി, കേട്ടാൽ മതി, അതിനനുസരിച്ച് നടപടി എടുത്താൽ മതി.